ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ഷാലിമ. അപ്പൊ എല്ലാവരും സെക്രട്ടേറിയറ്റ് OA അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ രണ്ടിന്റെയും സിലബസ് നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി. എന്താണ്? രണ്ട് സിലബസും ഏറെക്കുറെ സെയിം ആണ്. അപ്പോൾ ഈ ഒരു സിലബസ് പഠിച്ചാൽ നമുക്ക് 2 എക്സാം ആണ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ച് ജോലി നേടുക. ഓക്കെ, അപ്പോൾ ഈ സിലബസ് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് ആണ്. സെയിം സിലബസ്, അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ സെയിം ആണ് നമുക്ക് എന്ത് പറയുന്നത് സെക്രട്ടേറിയറ്റ് OAക്ക് വരുന്നത്. ഫസ്റ്റ് പൊതുവിജ്ഞാനം. പൊതുവിജ്ഞാനത്തില് ചരിത്രം വരുന്നുണ്ട്. ചരിത്രത്തിൽ എത്ര മാർക്കാണ്? 5 മാർക്കാണ് ചരിത്രത്തിന് വരുന്നത്. പിന്നെ ഭൂമിശാസ്ത്രമാണ്. ഭൂമിശാസ്ത്രത്തിന് 3 മാർക്ക് വരുന്നുണ്ട് അല്ലെ. ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്കാണ് ചരിത്രത്തിന് വരുന്നത്. അതുപോലെ ഭൂമിശാസ്ത്രത്തിന് എത്ര മാർക്ക് വരുന്നുണ്ട്? രണ്ടിനും എത്രയാണ്? 5 മാർക്ക് തന്നെയാണ് ഭൂമിശാസ്ത്രത്തിനും. പിന്നെ നമ്മുടെ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ എത്ര മാർക്കാണ്? 5 മാർക്കാണ് അല്ലെ. എക്കണോമിക്സിന് 5 മാർക്ക്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്കാണ്? അതിനും 5 മാർക്ക് തന്നെയാണ്. അതുപോലെ കേരളം ഭരണവും ഭരണ സംവിധാനവും ഇതെല്ലാം എന്താണ്? രണ്ടിലും ഉണ്ട് അല്ലെ. സെക്രട്ടേറിയറ്റ് OAക്കും ഉണ്ട്, അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാനും ഉണ്ട്. സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ആണ്. കേരളം ഭരണവും ഭരണ സംവിധാനവും അതും 5 മാർക്കാണ്. പിന്നെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എത്ര മാർക്കാണ്? അത് 6 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഭൗതിക ശാസ്ത്രം, ഫിസിക്സിന് എത്ര മാർക്കാണ്? 3 മാർക്കാണ് ഭൗതിക ശാസ്ത്രത്തിന്. പിന്നെ രസതന്ത്രം കെമിസ്ട്രിക്ക് എത്ര മാർക്കാണ്? അത് 3 മാർക്കാണ് അല്ലെ. പിന്നെ കലാ കായികം സാഹിത്യം സംസ്കാരം ഇതിനെല്ലാം കൂടി 5 മാർക്കാണ്. പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അതിന് എത്ര മാർക്കാണ്? 3 മാർക്കാണ് വരുന്നത്. പിന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിന് സുപ്രധാന നിയമങ്ങൾ ചോദിക്കും. പിന്നെ ആനുകാലിക വിഷയങ്ങൾ എത്ര മാർക്കാണ്? കറണ്ട് അഫയേഴ്സ് വരുന്നത് 20 മാർക്കിന് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് നല്ല പ്രാധാന്യമാണ്. PSC എക്സാമുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ അതിന് എത്ര മാർക്കാണ്? 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് വരുന്നത്. പിന്നെ നമ്മുടെ മാത്സ് ആണ്. അതിൽ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അത് എത്ര മാർക്കാണ്? 10 മാർക്കിന് വരുന്നുണ്ട്. ഓക്കെ, മാത്സിൽ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എത്ര മാർക്കാണ്? 10 മാർക്കാണ്. പിന്നെ നമുക്ക് ജനറൽ ഇംഗ്ലീഷ് വരുന്നത് 10 മാർക്ക്. അത് പിന്നെ നമ്മുടെ പ്രാദേശിക ഭാഷകൾ അല്ലെ, മലയാളം, കന്നഡ, തമിഴ് അങ്ങനെയുള്ള പ്രാദേശിക ഭാഷകൾ. അല്ലെ നമ്മുടെ മലയാളം എത്ര മാർക്കാണ്? 10 മാർക്ക്. ഇതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇത് തന്നെ സെയിം, ഈ ASMന്റെ സെയിം സിലബസ്, സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് സെക്രട്ടേറിയറ്റ് OAക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ 2 സിലബസ് നോക്കുക. നിങ്ങൾ എന്താണ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതെല്ലാം പഠിക്കുക കേട്ടോ. അതിൽ നമുക്ക് നോക്കാനുള്ളത് ചരിത്രത്തിൽ തന്നെ എന്തൊക്കെയാണ് പോർഷൻസ് വരുന്നത് നോക്കാം. ഇതിൽ പൊതുവിജ്ഞാനത്തില് ഫസ്റ്റ് ചരിത്രമാണ് അല്ലെ. ചരിത്രം എത്ര മാർക്കാണ്? 5 മാർക്കാണ്. അതിൽ കേരള ചരിത്രം വരുന്നത് ഏതൊക്കെയാണ്? കേരള ചരിത്രത്തില് നമ്മൾ നോർമലി LDC അങ്ങനെയുള്ള എക്സാമുകൾക്ക് പഠിക്കുന്ന പോലെ എല്ലാം തന്നെയാണ്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യന്മാരുടെ വരവുണ്ട്, പിന്നെ യൂറോപ്യന്മാരുടെ സംഭാവന, പിന്നെ നമ്മുടെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ എന്ന് വെച്ചാൽ നമ്മുടെ തിരുവിതാംകൂർ അല്ലെ, തിരുവിതാംകൂറിന്റെ ചരിത്രം. പിന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നമ്മുടെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. പിന്നെ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ വരുന്നുണ്ട്. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം. പിന്നെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇതാണ് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രമുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം. പിന്നെ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് 1ാം സ്വാതന്ത്ര്യ സമരം, 1857 റിവോൾട്ട്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INCയുടെ രൂപീകരണം. പിന്നെ എന്താണ്? സ്വദേശി പ്രസ്ഥാനം. അതിൽ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. പിന്നെ വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും. പിന്നെ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം. പിന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററി ആണ്. വേൾഡ് ഹിസ്റ്ററിയില്
നമുക്ക് എപ്പോഴും വരുന്ന പോലെ തന്നെ നമ്മുടെ റെവല്യൂഷൻസ് ആണ് അല്ലെ. അല്ലെ ലോകം എന്താണ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഉണ്ട്, ഗ്രേറ്റ് റെവല്യൂഷൻ. അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധ അനന്തര രാഷ്ട്രീയ ചരിത്രം, പിന്നെ ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇതെല്ലാം കൂടിയാണ് വേൾഡ് ഹിസ്റ്ററിക്ക് വരുന്നത്. അപ്പൊ ടോട്ടൽ നമുക്ക് ഹിസ്റ്ററിക്ക് എത്ര മാർക്കാണ്? 5 മാർക്കാണ് ഹിസ്റ്ററിക്ക്. പക്ഷെ എന്താണ്, 1 മാർക്ക് വരെ നമ്മൾ 5 മാർക്കേ ഉള്ളൂ. അത്രയും പോർഷൻസ് പഠിക്കാനുണ്ടല്ലോ എന്ന് വെച്ച് വിട്ട് കളയാൻ പാടില്ല. 1 മാർക്ക് വരെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്ക് നമ്മളെ ഒരുപാട് റാങ്കിന് പുറകിലാക്കും, ഒരുപാട് റാങ്കിന് മുന്നിലാക്കുകയും ചെയ്യും. അപ്പൊ ഓരോന്നിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ച് തന്നെ പോവുക. ഓക്കെ, അപ്പോ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ക്ലാസ്സുകളാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ അതിന്റെ ക്ലാസ്സിന്റെ അടിയിൽ എന്തുണ്ട്? PDF നോട്ട്സ് ഉണ്ട്. പിന്നെ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മുടെ PSC എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്ത് നോക്കിക്കുന്നുണ്ട്. അതുപോലെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ടാവും. നമുക്ക് എപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നോക്കി നോട്ട്സ് ഒക്കെ നോക്കി പഠിക്കാൻ പറ്റും. പക്ഷെ എങ്ങനെ പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കി തരാൻ നമുക്ക് എപ്പോഴും ഒരു മെന്റർ സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ് അല്ലെ. അപ്പോൾ ഒരു സ്പെഷ്യൽ മെന്റർ, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മെന്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ റെക്കോർഡ് ക്ലാസ്സിന് പുറമെ എന്തുണ്ട്? എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് റെക്കോർഡ്, ഈ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡായിട്ട് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് കാണാവുന്നതാണ്. അപ്പൊ ഈ ASM സെക്രട്ടേറിയറ്റ് OA സിലബസ് എന്താണ്? സെയിം സിലബസ് ആണ്. നല്ല രീതിയിൽ ആ ഒരു സിലബസ് നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 എക്സാം ഒരുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം? നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ സിലബസിൽ അടുത്ത് നോക്കാം. അടുത്ത നമുക്ക് വരുന്നത് ജോഗ്രഫി ആണ് അല്ലെ. ജോഗ്രഫി 5 മാർക്കിനാണ്. അതിലെ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭൂമിയുടെ ഘടനയുണ്ട്, പിന്നെ അന്തരീക്ഷം, പാറകളുണ്ട്, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, പിന്നെ ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, പിന്നുള്ളത് വിവിധ തരം മലിനീകരണങ്ങളാണ്. അതിലെ മാപ്പുകളുണ്ട്. മാപ്പുകളിൽ എന്തുണ്ട്? ട്രോപ്പോഗ്രാഫിക് മാപ്പ്, പിന്നെന്താണ്? അടയാളങ്ങൾ, വിദൂര സംവേദനം, പിന്നെ ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്ര ചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇത്രയുമാണ് നമുക്ക് ഭൂമിശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട് അല്ലെ. ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കാനുണ്ട്. അതിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഉണ്ട്, പിന്നെ സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തര പർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, പിന്നെ ധാതുക്കളും വ്യവസായങ്ങളും ഉണ്ട്. പിന്നെ ഊർജ സ്രോതസ്സുകൾ പഠിക്കണം, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഓക്കെ, അപ്പൊ ഗതാഗതം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നുന്നത് ചിലപ്പോ ഈ ഗതാഗതം എല്ലാവർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ബാക്കി ഭൂപ്രകൃതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ PSC പഠിക്കുന്നവർക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് കേരള ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കേരള ഭൂപ്രകൃതി പഠിക്കണം അല്ലെ. പിന്നെ ജില്ലകൾ പഠിക്കണം, ജില്ലകളുടെ സവിശേഷതകൾ, പിന്നെ നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായങ്ങളും, ഊർജ സ്രോതസ്സുകൾ, പിന്നെ അവിടെയും എന്താണ്? റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇത് ഇത്രയും പഠിക്കണം. ഓക്കെ, അപ്പൊ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര മാർക്കാണ്? 5 മാർക്കാണ് അല്ലെ. പക്ഷെ നമുക്ക് എന്താണ്? വാസ്റ്റ് ആണ്, നമ്മുടെ സിലബസ് ഒക്കെ വാസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെടണം. എക്സാമിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ദിവസം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എക്കണോമിക്സ് ആണ്. ഒരുപാടൊന്നും എക്കണോമിക്സ് പഠിക്കാനില്ല, എന്നാലും എക്കണോമിക്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് എക്കണോമിക്സുമായിട്ട് വലിയ ടച്ച് ഇല്ലാത്തവർക്ക് കുറച്ച് ടഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക രംഗം, പിന്നെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുണ്ട് അല്ലെ. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ,
ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. അപ്പോ കഴിഞ്ഞ എക്സാം നമ്മൾക്ക് ഇപ്പൊ കഴിഞ്ഞ ആ ഒരു 10th പ്രിലിംസിന്റെ എക്സാം ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ കഴിഞ്ഞ മിക്ക എക്സാമുകളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്കൂൾ ടെസ്റ്റ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ 9ാം ക്ലാസ്സിലെ സ്കൂൾ ടെസ്റ്റിൽ നിന്ന് പുതിയ മാറിയ 9ാം ക്ലാസ്സിലെ സ്കൂൾ ടെസ്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണ് എന്തായിട്ടാണെങ്കിലും മാറിയ സ്കൂൾ ടെസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. സ്കൂൾ ടെസ്റ്റ് ഇല്ലാതെ സത്യം പറഞ്ഞ ഇപ്പൊ PSC എക്സാം ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. പഴയ സ്കൂൾ ടെസ്റ്റ് പഠിച്ച് ഞങ്ങൾ സ്കൂൾ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പുതിയ സ്കൂൾ ടെസ്റ്റിനാണ് PSC കൂടുതൽ അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ആ ഒരു സ്കൂൾ ടെസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ +1 +2 ആ ഒരു എക്കണോമിക്സിന്റെ ചാപ്റ്റേഴ്സ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ അതൊക്കെ നമ്മൾ +1 +2 തന്നെ നോക്കണം. ഓക്കെ, പിന്നെ ഇന്ത്യൻ ഭരണഘടന അത് എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അത് നമുക്ക് എപ്പോഴും അറിയാവുന്ന പോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പിന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി. അതിൽ തന്നെ എല്ലാ ഭേദഗതികളും വേണ്ട ഏതൊക്കെയാണ്? 42ാം ഭേദഗതി, 44, 52, 73, 74, 86, 91. പിന്നെ നമ്മുടെ പഞ്ചായത്തി രാജ് ഉണ്ട്. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത്രയുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് എത്ര മാർക്കാണ്? 5 മാർക്കാണ് അല്ലെ. ഓക്കെ, പിന്നെ കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളും അത് 5 മാർക്കാണ്. ഓക്കെ, അതിൽ എല്ലാം ഉണ്ട്. കേരള സംസ്ഥാന സിവിൽ സർവീസ്, പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, പിന്നെ ഈ തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് കേരള ഭരണവും ഭരണ സംവിധാനവും. അത് 5 മാർക്കിനാണ് ആ ഒരു പോർഷൻ വരുന്നത്. പിന്നെ നമ്മുടെ ബയോളജി 6 മാർക്കിനാണ്. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും അത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, പിന്നെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങൾ, പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ. ഓക്കെ, പിന്നെ നമുക്ക് ഫിസിക്സിന് എത്ര മാർക്കാണ്? 3 മാർക്കേ ഉള്ളൂ അല്ലെ. 3 മാർക്കാണ്. അപ്പൊ 3 മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്ക് ഉള്ളതെന്ന് വെച്ച് ആ ഒരു പോഷൻ വിട്ട് കളയണ്ട. പിന്നെ ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, പിന്നെ ദ്രവ്യ യൂണിറ്റ്, അളവുകളും തോതും, പിന്നെ ചലനം, പ്രകാശം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഭൗതിക ശാസ്ത്രത്തിൽ. അത് 3 മാർക്കിനും. പിന്നെ ബലമുണ്ട്, ശബ്ദമുണ്ട്, അതെല്ലാം കൂടെ കൂട്ടിയാണ് ഭൗതിക ശാസ്ത്രം. പ്രവൃത്തി, ഊർജ്ജം, താപം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടിയാണ് 3 മാർക്ക്. പിന്നെ രസതന്ത്രത്തിനും എത്ര മാർക്കാണ്? 3 മാർക്ക് തന്നെയാണ് അല്ലെ. അത് ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ്. പിന്നെ കലാ, കായിക, സാഹിത്യ, സംസ്കാരം 5 മാർക്കാണ്. കലാ, കായിക, സാഹിത്യ, സംസ്കാരം 5 മാർക്ക്. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രവ്യ കലകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് 5 മാർക്ക് വരുന്നത്. ഓക്കെ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, അതുപോലെ പ്രശസ്തരായ എഴുത്തുകാർ, പിന്നെ കായിക രംഗം, പിന്നെ നമുക്ക് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം, പിന്നെ ഏഷ്യൻ ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ് കലാകായികം ആ ഒരു രംഗത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിന് നമുക്ക് 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അതിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയാണ്. അത് എത്ര മാർക്കിനാണ്? കമ്പ്യൂട്ടർ നമുക്ക് 3 മാർക്കിനേ ഉള്ളൂ. ഇത് അത്യാവശ്യം പോർഷൻസ് ഒക്കെ ഉണ്ട്. മാർക്ക് കുറവാണെങ്കിലും അത്യാവശ്യം പോർഷൻസ് ഉണ്ട്. നമ്മളിവിടെ എക്സാമിന് എന്താണ് നമ്മളിവിടെ പഠിപ്പിക്കുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാരി വലിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഇത്രയും പോർഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കിനുണ്ട്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വൾനറബിൾ സെക്ഷൻസ്, പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, അങ്ങനെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, പിന്നെ നമുക്ക് 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ്. പിന്നെ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ലഘുഗണിതവും മാനസിക ശേഷി, നിരീക്ഷണ പാഠവും പരിശോധന അതിൽ ലഘുഗണിതം 5 മാർക്ക്. അതുപോലെ മാനസിക ശേഷി, നിരീക്ഷണ പാഠ പരിശോധനയ്ക്ക് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷ് എത്രയാണ്? 5 മാർക്കിന് ജനറൽ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷ് ഗ്രാമർ ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്കിന് വരുന്നുണ്ട്. പിന്നെ വൊക്കാബുലറിക്ക് എത്ര മാർക്കാണ്? 5 മാർക്കിന് വൊക്കാബുലറി വരുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ 5 മാർക്ക്, വൊക്കാബുലറി 5 മാർക്ക്. ഓക്കെ, അങ്ങനെ 10 മാർക്കാണ് ജനറൽ ഇംഗ്ലീഷിന് വരുന്നത്. പിന്നെ പ്രാദേശിക ഭാഷകളിൽ എത്രയാണ്? നമ്മുടെ മലയാളത്തിന് 10 മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സെക്രട്ടേറിയറ്റ് OA അതുപോലെ ASMന്റെ സിലബസ്. അപ്പൊ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, 2 സെയിം സിലബസ് ആണ്.
അപ്പൊ ഈ ഒരു സിലബസ് പഠിച്ചാൽ നിങ്ങൾക്ക് 2 എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഈ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്യുക. നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്ക് 10th മെയിൻസിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക്